അന്നഗ്രഹാരരാത്രിയിൽ തേരുവന്നപ്പോ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു. ഓ എൻ്റെ മഹാദേവ, ഇതിപ്പോൾ കുറേ നേരമായല്ലോ. എനിക്ക് ഉറങ്ങണം. ആ ലണ്ടൻ കൊരങ്ങനെ എന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്? രാവിലെ ഒരു സ്വൈരം തരൂല, ഇപ്പോഴത്തെ രാത്രിയും. ഞാൻ ഇതിന് അവളെ തന്നെ ഇങ്ങനെ കാണുന്ന എൻ്റെ ഒരു ഗതികേട്. ആ കഴുതയ്ക്ക് എന്താ മനസ്സിലാവാത്ത? അവൾക്ക് ഈ അടക്കോ ഒതുക്കമായിട്ടുള്ള നാടൻ ഡ്രസ്സൊക്കെയാണ് ചേരുന്നതെന്ന്. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയ. ആ പാൽക്കുപ്പി ഒന്ന് കുപ്പിയിലാക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ വേഷം കേട്ടിട്ടുണ്ട് ഈശ്വര. പച്ച കളർ എനിക്ക് ഇഷ്ടമാണ്. പാൽക്കുപ്പിയോട് ആരാ പറഞ്ഞ കള്ളൻ? കണ്ണൂഞ്ചലാടും ശങ്കു, ഇതെന്തു പറ്റി? കോളേജില്ലെങ്കിൽ നീ ഈ സമയത്തൊന്നും എഴുന്നേക്കുന്നതല്ലല്ലോ. ഒരിടത്ത് കോഴി, മറ്റൊരിടത്ത് പശു. മൃഗശാലയിലല്ലേ ഞാൻ കിടക്കുന്നത്. പിന്നെ കോളേജിലുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഇവറ്റകളൊന്നും രാത്രി നിന്നെ ശല്യം ചെയ്യുന്നില്ലല്ലോ. ഇവർക്കറിയാം ഉറങ്ങേണ്ട സമയം രാത്രിയാന്ന്. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. സൗന്ദര്യം ആസ്വദിച്ചെങ്കിൽ പോയി ഫ്രഷ് ആയിക്കൂടെ? സൗന്ദര്യോ? ഇല്ല, അതെവിടെയായിരിക്കുന്നത്? നിന്റെ അമ്മയുടെ ഞാനൊന്നും പറയുന്നില്ല. രണ്ടാളും രാവിലെ തന്നെ തുടങ്ങിയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഒരു പണിയില്ല മക്കളെ. ഞാനല്ല ആൻറ്റി, ഞാൻ മര്യാദയ്ക്ക് എഴുന്നേറ്റ് വന്നതാ. കണ്ടില്ലേ ഇയാളാ? ആ മതി മതി, ഇനി അതിൻ്റെ പേരിൽ വീണ്ടും തുടങ്ങണ്ട. മോള് ഫ്രഷ് ആയോ? ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചെന്ന് കാപ്പി കുടിക്ക്. ചെല്ല്. ആ, അമ്മ പറഞ്ഞത് നല്ലൊരു ഐഡിയ. കഴിക്കുമ്പോൾ മാത്രം അവളുടെ ശല്യം ഈ വീട്ടിലുണ്ടാവൂല. ബ്ലഡി പാൽക്കൊപ്പി, വിശക്കുന്നു. കഴിച്ചിട്ട് ബാക്കി തരാം ഞാൻ. ആഹാ, എല്ലാരും ഉമ്മർത്തേനെ ഉണ്ടല്ലോ. ഇതാരാ? വാസു വെട്ടണോ? പാല് ഞാൻ രാവിലെ തന്നെ കൊടുത്തയച്ചായിരുന്നല്ലോ, കിട്ടിയില്ലേ അവിടെ? പാലൊക്കെ എനിക്ക് രാവിലെ തന്നെ കിട്ടി. എനിക്ക് വേറൊരു കാര്യം കണ്ട് സംസാരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വന്നത്. 8ാം ഉത്സവത്തിന്റെ അന്ന് പാലഭിഷേകമുണ്ട്. എനിക്ക് പാല് വേണം. അതിവിടെ നേരത്തെ പറഞ്ഞാലല്ലേ അപ്പൊ കിട്ടൂ. അതിനെന്താ വാസുമാമയ്ക്കില്ലാത്ത പാലോ? എപ്പോഴാന്ന് സമയം പറഞ്ഞാൽ മതി, ഞാൻ തന്നെ അമ്പലത്തിൽ കൊണ്ടെത്തിച്ചേക്കാം. ആ വാസുവേട്ടനിരിക്കേ. ബാല, നിങ്ങൾ സംസാരിക്കേ. അമ്മയ്ക്കകത്ത് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് വരാം. വാസുവേട്ട ഇരുന്ന് സംസാരിക്കേ. ആ മോളെ, നീ ചെല്ല്. അല്ല ബാല, എന്താ നിന്റെ ഉദ്ദേശം? 18 വയസ്സായില്ലേ? ഇനി ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് തന്നെ ജീവിക്കണോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ നിനക്ക്? അത് പിന്നെ വാസുമാമ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. പിന്നെ എൻ്റെ കുടുംബത്തിന് പറ്റിയ ഒന്നിനെ കിട്ടിയാൽ അപ്പം ഞാൻ കെട്ടും. നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ മതി. നല്ല പറ്റിയ ഒന്നിനെ നോക്കി ഞാൻ തന്നെ നിനക്ക് കൊണ്ടുതരാം. ഏതാ ഈ ഓൾഡ് മാൻ? ഇയാൾക്ക് പ്രൊഫസറെ കെട്ടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലേ? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഇല്ല മാമ. ഓഹോ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ശരിയാക്കി തരാം. എന്നാലും എൻ്റെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതുപോലത്തെ ഒരു പെൺകുട്ടി വേണമെന്ന്. നിന്റെ മനസ്സിലാഗ്രഹം എന്താന്ന് നീ എന്നോട് പറ. അതിനെ പറ്റിയ പെണ്ണ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി തരാം നിനക്ക്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ അവളും സ്നേഹിക്കണം. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവളായിരിക്കണം. പിന്നെ വാസുമാമിക്ക് ഈ വീട്ടിലെ പണികളൊക്കെ അറിയാലോ. ഇതൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം. അതും നല്ല വൃത്തിക്ക്. ഇങ്ങനൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. ഈ വീട്ടിലെ ജോലികൾ ഒറ്റയ്ക്ക് വൃത്തിക്കോ?
ഇതൊക്കെ ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ ഇത് നടപടിയല്ലോ. ലൈഫ് ലോങ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണോ നീ ഇത്ര വലിയ സംഭവമായിട്ട് പറഞ്ഞത്? നമ്മുടെ ഈ നാട്ടിലെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നേ? നല്ലൊരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് കൊണ്ടുതരാം, നീ അങ്ങ് കെട്ടിയാ മതി. ഓ പിന്നെന്താ, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നീ അവിടുന്ന് കുത്തിയിരുന്ന് ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്ക്. ഞാൻ പോട്ടെ, വേറെ പണിയുണ്ട്. മധു, നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല. ആ അല്ല കാവ്യ, ഈ വീട്ടിലെ പണികളൊക്കെ ഇല്ലേ, മീൻസ് ഹൗസ് ഹോൾഡ് വർക്കൊക്കെ, അതൊക്കെ എങ്ങനെയാ, എളുപ്പമാണോ? എന്താ മധു, നിനക്കെന്ത് പറ്റി? നീ എന്താ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല, ചിലപ്പോൾ ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, യു ക്യാരി ഓൺ. ഞാൻ ആൻറ്റി അടുത്ത് പോട്ടെ. ആൻറ്റിക്ക് ചിലപ്പോൾ എൻ്റെ സഹായം എന്തെങ്കിലും വേണമായിരിക്കും. ബൈ. സഹായോ? ഇവൾക്കിതെന്ത് പറ്റി? ആൻറ്റി, എന്തെങ്കിലും ജോലിയുണ്ടോ? എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഇല്ല മോളെ, അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു. അല്ല, ഇതാരും മധുവോ? മോളെന്താ ഇവിടെ? അത് ആൻറ്റി ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. ആൻറ്റിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇനി മുതൽ എന്നോട് പറഞ്ഞോ. ഇവൾക്കിതെന്ത് പറ്റി? തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട മോളെ. ആണോ? ഇൻ കേസ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം ചെയ്തു, ഇല്ലെങ്കിൽ തരായിരുന്നു. മോളുടെ കാര്യം ചെന്ന് കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവും. പിന്നെ മോളെ, മോക്കിടാനുള്ള ഡ്രസ്സ് ആൻറ്റി മേശപ്പുറത്തെടുത്ത് വച്ചിട്ടുണ്ട്. മോള് അത് തന്നെ ഇടണം. ഷുവറായിട്ടും ആൻറ്റി എടുത്ത ഡ്രസ്സ് തന്നെ ഞാനിടാം. ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി? രാവിലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ആ എന്തായാലും കുഴപ്പമില്ല, ആ ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ഈ വീട്ടിൽ ഒരു ഹീറ്റർ പോലും ഇല്ല. വെള്ളത്തിനൊക്കെ എന്ത് തണുപ്പാ. എവിടെ ആൻറ്റി എടുത്ത് വെച്ച ഡ്രസ്സ് ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാലോ. തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ ചെന്താർമിഴി പൂന്തേൻമൊഴി. അമ്മ, ഞാൻ കുളിക്കാൻ പോവാ. എൻ്റെ ടവല് കാണുന്നില്ല, എവിടെ? എൻ്റെ പൊന്നു ബാല, അതായേ തന്നെ ഉണ്ട്. നല്ലോണം നോക്ക്, അവിടെ തന്നെ കാണും. എവിടെ? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അമ്പലത്തിൽ പോകാൻ താമസിക്കുക. ഞാൻ കുളിക്കാൻ പോവുക. അമ്മ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെന്താ, ബാലേട്ടൻ പോയി കുളിച്ചോ. ബാലേട്ടന് ടവർ എടുത്ത് തരാനല്ലേ ഈ ഞാനിവിടെ ഉള്ളത്. ഞാൻ കൊണ്ടുതരാം. അത് ശരി, പിന്നെ ഞാൻ അടക്കുന്ന എന്താ, ടവലല്ലേ? 10-28 വയസ്സായി, ഒരു ടവൽ എടുത്തോണ്ട് പോകാൻ പോലും അവനെ കൊണ്ട് പറ്റില്ല. എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം. ഈ കുട്ടിയെ കൊണ്ട് സാരില്ല ആൻറ്റി, ഞാൻ കൊണ്ടുകൊടുക്കാം. ഇങ്ങ് തന്നെ. മധു, മോളെ നിൽക്ക്. ഓടിയല്ലോ. ഇതിനെ കാണുമ്പോൾ അവൻ ഇനി ഒന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. ഹേയ് പാൽക്കുപ്പി. നീയോ? നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അതെന്ത് ചോദ്യമോ മിസ്റ്റർ പ്രൊഫസർ? ഞാനല്ലേ ബാലേട്ടന് ഇനി ടവലൊക്കെ എടുത്ത് തരേണ്ട, അതുകൊണ്ട് ടവലും കൊണ്ട് വന്നതാ. ഞാൻ അമ്മയോടല്ലേ പറഞ്ഞ ടവൽ എടുത്തു തരാൻ? നിന്നോടാരാ പറഞ്ഞ? ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇനി ഇതൊക്കെ ഞാനല്ലേ ചെയ്യണ്ടേ? ഇതൊക്കെ എൻ്റെ കടമയല്ലേ മിസ്റ്റർ പ്രൊഫസർ? കടമ? അതും പിടിച്ച് നിൽക്കാതെ ടവലിങ് എടുക്കടി. പതുക്കെ. അല്ല, ഈ കുളത്തിന് നല്ല ആഴമുണ്ടോ? ഈ കുളത്തിന് ആഴമുണ്ടോ നീളമുണ്ടോ എന്നൊക്കെ ചാടി നോക്ക്, അപ്പം അറിയാൻ പറ്റും. ആണോ? എന്നാ ഞാൻ ചാടട്ടെ. പാൽക്കുപ്പി. ഞാൻ പാൽക്കുപ്പിയോടെ ചോദിക്കുന്നത്, ഞാൻ ഇതിൽ ചാടട്ടെ? എന്ത്? അല്ല, നിനക്കാരാ ഈ ദാവണി ചുറ്റുന്നത്? ആര് ചുറ്റുന്നില്ല, ഞാൻ സ്വന്തമായിട്ടിട്ടതാ. എങ്ങനെയാ, ഇന്നെന്നെ കടൻ സുന്ദരിയായിട്ടില്ലേ? ഒരു സുന്ദരി?
അതെ, അറിയാന്നുള്ള ആരടുത്തെങ്കിലും പറഞ്ഞ് ഇതൊക്കെ ചെയ്താൽ പോരെ? ഓഹോ, അപ്പോൾ ഞാൻ ഈ ഒരുങ്ങിയതിന് എന്താ കുഴപ്പം? പ്രൊഫസർ കാര്യം എന്താന്ന് പറ. മോനെ ബാല, ദാ അഞ്ജലി മോള് വന്നു, വേഗം വാ. ആ അമ്മ, ഞാൻ ദാ വരുന്നു. ഡി, ഇവിടെ വായും പൊളിച്ച് നോക്കാതെ വീട്ടിൽ കയറിപ്പോടി. പിന്നെ ആരോടെങ്കിലും പറഞ്ഞ് മര്യാദയ്ക്ക് അതൊന്ന് ഉടുക്ക്. ആ, ദേ ബാല വന്നല്ലോ. മോളിരിക്കെ, റെഡിയായി, നമുക്കിപ്പോൾ അമ്പലത്തിൽ പോവാട്ടോ. ആ ആൻറ്റി, സമയമായില്ല, പതുക്കെ മതി. അഞ്ജലി ഇരിക്കെ, ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ, ബാഗൊക്കെ ആയിട്ടുണ്ടല്ലോ വരവ്. അപ്പോൾ ഈ 10 days ഇവിടെ തന്നെ ഉണ്ടാവും. ആഹാ, മധു ഒന്ന് നേരത്തെ റെഡിയായെന്ന് തോന്നുന്നു. അഞ്ജലി മിസ് ഇരിക്കേ. അമ്മ, ദേ അവിടെ എഴുന്നള്ളത്ത് തുടങ്ങി, വേഗം വാ. എന്താ? എങ്ങോട്ടാ നീ ഇത്ര വെപ്രാളത്തിൽ ഓടിപ്പോകുന്ന? അത് അവിടെ എഴുന്നള്ളത്ത് കാണാൻ. ആണോ? അതിനു മുമ്പ് എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പൊക്കോ. ഡ്രസ്സോ? നന്നായിട്ടുണ്ട് സാർ, സാറിന് ചേരുന്നുണ്ട്. ഓഹ്, താങ്ക് യു. പിന്നെ വെറുതെ ഇങ്ങനെ സാറെന്ന് വിളിക്കണ്ട, അർജുനേട്ടാന്ന് വിളിച്ചാൽ മതി. അർജുനേട്ടാ. ഈ കൂറ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ മുമ്പ്. എൻ്റെ അർജുനേട്ടൻ ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ. ഈശ്വര, ഇവളോ? കുട്ടി പൊക്കോ, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങിക്കാണും. ആ, ശരി സാർ. അയ്യോ, ഞാൻ മറന്നുപോയി. അവളോട് എന്താന്നാ വിളിക്കാൻ പറഞ്ഞേ? അത് പിന്നെ മധു, അവള് വെറുതെ സാറെന്നൊക്കെ വിളിച്ച് വെറുതെ എന്തിനാ ബുദ്ധിമുട്ടെന്ന്, അതുകൊണ്ട് പറഞ്ഞതാ. ആഹാ, രണ്ടാളും ഇവിടെ നിൽക്കുവാണോ? പിള്ളേരെ ദാ അവിടെയാ, അങ്ങോട്ട് പോവാം, വാ. ആൻറ്റി, ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുമായിരുന്നു. മധു, ഇവിടെ നിൽക്കുന്ന എന്തിനാ? അങ്ങോട്ട് വാ, ഞാൻ പോവാണേ. കള്ളൻ, മൂങ്ങിയാല് ഞാൻ എടുത്തോളാം. പാൽക്കുപ്പി, ഇതെപ്പോഴാ കഴിയാ? കുറെ നേരമായാലും ബോറടിക്കുന്നു. മര്യാദക്കിരിയടി, അമ്പലത്തിലാവളുടെ. ഈ മണ്ണുണി, ഇതെന്താ ഉപ്പിട്ടതൊക്കെ? അപ്പൊ നിന്റെ കുപ്പിവെള്ള ബിസിനസ്സോ അത് നിർത്തിയോ? ഈ അങ്ങനെയൊന്നുമില്ല, മാറി മാറി ഓരോന്നും, നമുക്ക് ലാഭം നോക്കിയാ പോരെ. ഓഹോ, നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. ആ ചേച്ചി, അപ്പോ മണിക്കൂട്ടന് അവളെ അറിയാം. ഇനി ഇത് ചുറ്റി ഫ്രണ്ടിൽ വരും. നിങ്ങൾ വേണമെങ്കിൽ ഫ്രണ്ടിൽ പൊക്കോ, ഞാൻ വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് വരാം. വേണ്ട, അമ്മ ഇവരുടെ ഫ്രണ്ടിൽ പോക്കോ, ഞാൻ വിളക്ക് വെക്കാം. എന്നാ ഞാനും വരാൻ പാല നിന്റെ കൂടെ. നെല്ലിക്ക, ചാമ്പയ്ക്ക, മാങ്ങ, ഉപ്പിലിട്ടത്, എല്ലാം ഉപ്പിലിട്ടത് വേഗം വാങ്ങിച്ചോ, ഇപ്പൊ തീരും. വേഗം വരൂ, വേഗം വരൂ. ഹേയ് മണിക്കുട്ടൻ, അല്ല ഇതാര്? ഹരിയേട്ടനോ? ഞാൻ അന്വേഷിച്ചിരുന്നു, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ ആ, ഞാൻ കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ച് അത്യാവശ്യമായിട്ട് അപ്പുറത്തെ കരയിലായിരുന്നു. നിനക്ക് സുഖമല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്ത് ബിസിനസ്? ഇതൊക്കെ തന്നെ, അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവും. ഹരിയേട്ടന് ഉപ്പിലിട്ട എന്തെങ്കിലും എടുക്കട്ടെ? എടുക്കണം, പക്ഷേ ഉപ്പിലിട്ടതല്ല. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോടോ?
ഹരിയേട്ടൻ ചോദിച്ചോ? അറിയാന്നുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മധു, ഓടല്ലേ, നിക്ക്. എന്റെ പൊന്നു മധു, പതുക്കെ. ഇവിടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ഓടുന്ന ബാലേട്ടൻ എങ്ങാനും കണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. നീ എന്തിനാ കാവ്യ ആ പാൽക്കുപ്പി ഇങ്ങനെ പേടിക്കുന്ന? എനിക്കിവിടെ ഒക്കെ കാണണം. ഞാൻ ഇവിടെയൊക്കെ കാണാൻ പോവുക. ഇവള് ആളൊരു കുറുമ്പിയാന്ന് തോന്നുന്നു. ഒരു വായാടിയ, പക്ഷേ ആള് പാവ. ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. കാവ്യ, അത് ആമ്പൽക്കുളമാണോ? ഞാൻ അങ്ങോട്ട് പോവുക. മധു, നിക്ക്, പോവല്ലേ. ആരോട് പറയാൻ? ആ കുട്ടിക്കാണെങ്കിൽ ഇവിടെ എങ്ങും പരിചയമുള്ളതല്ല. കാവ്യമോളെ, അവളോടൊന്ന് ചെല്ല്. അവളൊന്ന് ശ്രദ്ധിക്കണേ. ആ അമ്മ, ഞാൻ നോക്കിക്കോളാം. ഹരിയേട്ടനൊന്നും ചോദിച്ചില്ലല്ലോ. ഇതെങ്ങോട്ടാ ഹരിയേട്ടൻ നോക്കുന്നത്? ആരാ അവിടെ? മധു, കൈ പിടിക്ക്, നീ വീഴും. ഇല്ല കാവ്യ, ഞാൻ വീഴില്ല. ആ രണ്ടുപേരും ബാലേട്ടന്റെ വീട്ടിലെ ചേച്ചിമാരല്ലേ? ഹരിയേട്ടൻ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? മണിക്കൂട്ട, ദേ അങ്ങോട്ട് നോക്ക്. കാവ്യയുടെ കൂടെ പോകുന്ന കൊച്ചിന് നിനക്കറിയാമോ? ഹരിയേട്ടൻ ചോദിക്കുന്നത് കുളത്തിന്റെ അടുത്തൂടെ പോകുന്ന അവരെയാണോ? ആ ചേച്ചി നമ്മുടെ ബാലേട്ടനില്ലേ, ആ വീട്ടിലുള്ളതാ. അവൾ അവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അവൾ അവന്റെ ആരാന്നാ ഞാൻ ചോദിച്ചത്. അത് നമ്മുടെ ബാലേട്ടന്റെ അമ്മാവന്റെ മോളാ. ഇവിടെ പഠിക്കാൻ എന്തോ വന്നത്, UK-യിലുള്ളതാ. ഓ, അമ്മാവന്റെ മോളാണ് അപ്പൊ. ശരി, നിന്റെ ബിസിനസ് ഒക്കെ നടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. ഞാൻ പോട്ടെ. ആ ഹരിയേട്ടൻ, പിന്നെ കാണാം. കാവ്യ, ദേ നോക്ക്. ഇതിനെ കാണാൻ എന്ത് ഭംഗിയാ. നല്ല രസമുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഉത്സവവും അമ്പലവും ഒക്കെ മധുവിന് ഇഷ്ടാവുമെന്ന്. ഇപ്പൊ മധുവിന് ഞങ്ങളുടെ ഈ നാട് ഇഷ്ടായോ? നിങ്ങളുടെ ഈ നാട് ഇഷ്ടായോന്ന് എന്നോട് ചോദിച്ചാ എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഈ നാട്ടിലുള്ള ഒരാളെ എനിക്കിഷ്ടമായി. ബാലേട്ടൻ. എന്താ? അതാ അങ്ങോട്ട് നോക്ക്. ബാലേട്ടൻ അവിടെ വിളക്ക് കൊളുത്തുക. അതാ ഞാൻ പറഞ്ഞ. എവിടെ? ബാലേട്ടാ, അതെ, എനിക്കും ഈ അമ്പലത്തിൽ വിളക്ക് കൊളുത്തണം. കൊളുത്തിക്കോട്ടെ? അതിനെന്താ, നീയും കൊളുത്തിക്കോ. ഇതാ, ഇത് പിടിച്ചോ. താങ്ക് യു. ആ, എൻ്റെ കൈ. എന്താ, എന്തു പറ്റി? അത് പിടിച്ചപ്പോൾ എൻ്റെ കൈ പൊള്ളി. മര്യാദയ്ക്ക് വിളക്ക് കൊളുത്താൻ നിനക്കറിയില്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ദാ, ഇത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ കൈ പൊള്ളാതെ എങ്ങനെയാ വിളക്ക് കൊളുത്തേണ്ടതെന്ന്? ഇതാ, ബാക്കിയുള്ളതൊക്കെ കൊളുത്തിക്കോ. മനസ്സിലായി. അപ്പോ ശരിക്കും അമ്മാവന്റെ മകൾ തന്നെ. നീ അന്നടിച്ചതിന്റെ ചൂട് ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിനക്കുള്ളത് ഞാൻ തരാം. അതിനു മുമ്പ് ആ പട്ടിയില്ലേ, അതിനെ വച്ചല്ലേ നീ എന്നെ ഓട്ടിച്ച്? അതിനുള്ളത് കൊടുക്കാം, എന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളാം.